5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വർക്കലയിൽ നിന്നും വീണ്ടും പുതിയൊരു കേസ്. വർക്കലയിലെ ഒരു വീട്ടിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സ്വന്തം പിതാവ് ആ കുട്ടിയെ നെടുമങ്ങാട് കൊണ്ടുപോകണം, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ നിന്ന് ടൂറിസ്റ്റ് സെന്ററായ പൊന്മുടിയിലേക്ക് കൊണ്ടുപോകുന്നു. പൊന്മുടി എന്ന് പറയുന്നത് കുറച്ച് വനപ്രദേശം കൂടെ ഉള്ള സ്ഥലമാണ്. അവിടെ ഇരുട്ടത്ത്, കാട്ടിന് അടുത്ത് വെച്ച് ഇരുട്ടത്ത് ആ കുട്ടിയെ റേപ്പ് ചെയ്യുന്നു, ആ കുട്ടിയെ ഉപദ്രവിക്കുന്നു, ലൈംഗികമായി പീഡിപ്പിക്കുന്നു. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. ആ കുട്ടി അമ്മയോട് കരഞ്ഞു വിളിച്ച് അമ്മയോട് പരാതി പറയുന്നു. അമ്മ കേസ് കൊടുക്കുന്നു, പോലീസിനോട് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. ഇതിന് സമാനമായ ഒരു കേസ് ഇതേ അച്ഛൻ ഇതേ മകളെ കുറച്ച് നാൾ മുമ്പ് ഇതേപോലെ പീഡിപ്പിച്ചു. അപ്പോൾ അന്ന് അദ്ദേഹം മദ്യപിച്ച് ലക്കില്ലാതെ പീഡിപ്പിച്ചതാണ്. അന്ന് ഇതുപോലെ കേസായി. പക്ഷെ സാക്ഷികൾ കൂറുമാറിയത് കൊണ്ട് അന്ന് ശിക്ഷിക്കപ്പെട്ടില്ല. എന്നിട്ടും ആ അമ്മയുടെയും മകളുടെയും വീട്ടിൽ തന്നെയാണോ ഈ അച്ഛൻ ജീവിക്കുന്നത് എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. ഏത് കാലത്താണ് നമ്മൾ താമസിക്കുന്നത്? കലികാലത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് മുമ്പ് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണോ ഇപ്പൊ സംഭവിക്കുന്നത്? അച്ഛൻ മകളെ വിളിച്ചുകൊണ്ട് പോയി പീഡിപ്പിക്കുന്നു. വളരെ പെട്ടെന്ന് നൈമിഷികമായി ഒരു നിമിഷം വെള്ളമടിച്ചോ കഞ്ചാവ് അടിച്ചോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് വീട്ടിലേക്ക് കയറി വന്ന് മകളെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ന്യായമില്ല. പക്ഷെ മനസ്സിലാവും, ആ മോളെ കയറി പിടിച്ചു, അപ്പോൾ അയാൾ മോളാണെന്ന് ഓർത്തില്ല. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പെൺകുട്ടി എന്നുള്ള നിലയിൽ കയറി പിടിച്ചു. ഇത് അങ്ങനല്ല. ഇത് വളരെ ബോധപൂർവം ആ കുട്ടിയെ യാത്ര ചെയ്യിപ്പിച്ച് നെടുമങ്ങാട് കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് യാത്ര ചെയ്യിപ്പിച്ച് പൊന്മുടി കൊണ്ടുപോകുന്നു. അപ്പൊ ഇത് വളരെ പ്ലാൻഡ് അല്ലേ? മെന്റലി പ്രിപ്പയർഡ് അല്ലേ? അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നു? സ്വന്തം മകളെ, സ്വന്തം രക്തത്തിൽ പിറന്ന മകളെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? വളരെ അടുത്ത രക്തബന്ധത്തിൽ പിറന്നവരെ, സഹോദരിയുടെ അല്ലെങ്കിൽ വളരെ അടുത്ത ചിറ്റപ്പൻ, മാമൻ, ഇളയൻ മക്കളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വളരെ അടുത്ത മക്കളെ പോലും കല്യാണം പോലും കഴിക്കാത്ത, രക്തബന്ധത്തിൽ വളരെ അടുത്തവർ തമ്മിൽ പോലും കല്യാണം പോലും കഴിക്കാത്ത ഒരു സംസ്കൃതിയുള്ള ഈ നാട്ടിൽ, അങ്ങനെ ഒരു സംസ്കാരമുള്ള ഈ നാട്ടിൽ എന്താണ് ഇവിടെ കാണുന്നത്? എന്താണ് കേൾക്കുന്നത്? അച്ഛൻ, അതും വളർത്തച്ഛനല്ല, രണ്ടാനച്ഛനല്ല, ഒന്നുമല്ല, സ്വന്തം പിതാവ് ഒരു പെൺകുട്ടിയെ, മകളെ, 9 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്നു. 9 വയസ്സെന്ന് പറയുമ്പോൾ 14 വയസ്സ് പ്രായം. ആ കുട്ടി പ്രായപൂർത്തിയായിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. ചിലപ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികൾ 13, 14 വയസ്സിൽ പ്രായപൂർത്തിയാകാറുണ്ട്. പക്ഷേ എന്നാലും ജസ്റ്റ് പ്രായപൂർത്തിയായി കാണുകയല്ലേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ കൊണ്ടുപോയി ഒരു നരാധമൻ, അടുത്തൊരു നരാധമൻ ഇങ്ങനെ പീഡിപ്പിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൈംഗിക സ്കൂളുകളോ ലൈംഗിക പാർലറുകളോ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ സെന്ററുകളോ, എഡ്യൂക്കേഷൻ എന്നല്ല, സെക്സ് സെന്ററോ ഒക്കെ തുടങ്ങേണ്ട സമയമായി. കാരണം ഈ ഓരോരുത്തരുടെയും കാമഭ്രാന്ത് തീർക്കേണ്ടത് മക്കളിലല്ല, മകളിലല്ല, സഹോദരങ്ങളിലല്ല, കൊച്ചുമക്കളിലല്ല, വീട്ടിലുള്ള മറ്റു കുഞ്ഞുങ്ങളിലല്ല. തൻ്റെ ഓരോരുത്തരുടെയും ലൈംഗികമായ ആവേശവും ലൈംഗികമായ തൃഷ്ണയും ഒക്കെ തീർക്കേണ്ടത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ വർക്കലയിൽ അതീവ ഗുരുതരമായ രീതിയിലാണ് പുതിയ കേസ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയത് രണ്ടാമതാണ് ഈ കേസ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കേസ് വന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് അച്ഛനുമായി പിരിഞ്ഞ് താമസിച്ചില്ല? അങ്ങനെ പറയുമ്പോൾ അമ്മ എവിടെയാണ്? അമ്മയുടെ റോൾ എവിടെയാണ്? ആദ്യത്തെ കേസ് ഒത്തുതീർപ്പായി പോയി, സ്ലിപ്പായി പോയപ്പോൾ ആ അമ്മ എന്തുകൊണ്ട് മകളെ രക്ഷിച്ചെടുത്ത് ഇയാളിൽ നിന്ന് വേർപെട്ട് താമസിച്ചില്ല? അവിടെയാണ് സ്ത്രീകൾ ചില വിഷയങ്ങളിൽ എത്ര പ്രബലയാണെന്ന് പറഞ്ഞാലും, ഞങ്ങൾ പുരുഷന്മാരെ പോലെ ശക്തരാണെന്നൊക്കെ പറഞ്ഞാലും അബലകളായി മാറുന്ന ചില ദുർബല നിമിഷങ്ങളുണ്ട്. കുടുംബം കലക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കാം, ഭർത്താവിൽ നിന്ന് കിട്ടുന്ന വരുമാനം കളയണ്ടെന്ന് വിചാരിച്ചായിരിക്കാം, നാട്ടുകാരറിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് വിവാഹം കിട്ടില്ല എന്നായിരിക്കാം, ഒരു പ്രാവശ്യമല്ലേ സംഭവിച്ചുള്ളൂ, നമുക്ക് രഹസ്യമായി വയ്ക്കാം എന്നൊക്കെ പല പല ന്യായങ്ങളായിരിക്കാം. പക്ഷെ എന്ത് ന്യായം പറഞ്ഞാലും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ, അത് അച്ഛനായാലും മകനായാലും മകളായാലും അമ്മയായാലും ഭാര്യയായാലും, തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ തീർച്ചയായും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴിത് വലിയ വാർത്തയായി ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ വലിയ വാർത്തയാണ്. എന്താണ് ഒരു അച്ഛൻ മകളെ പീഡിപ്പിക്കുന്ന നിലയിൽ നമ്മുടെ സമൂഹം മാറുന്നത്? മകളുടെ ശരീരത്തിൽ അച്ഛന് കാമം കാണാൻ കഴിയുന്ന പുതിയ ലോകത്ത് നമുക്ക് എന്ത് സാംസ്കാരികമായി നേടിയെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര പാലങ്ങൾ ഉണ്ടാക്കിയാലും, എത്ര നാഷണൽ ഹൈവേ ഉണ്ടാക്കിയാലും, മലയോര ഹൈവേ ഉണ്ടാക്കിയാലും, വിഴിഞ്ഞം പദ്ധതി വന്നാലും, നമുക്ക് തീരദേശ ഹൈവേ ഉണ്ടാക്കിയാലും, മെട്രോകൾ ഉണ്ടാക്കിയാലും, വിമാനത്താവളങ്ങൾ ഉണ്ടാക്കിയാലും, എന്തെല്ലാം നാം നേടിയെന്ന് പറയുമ്പോഴും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യന്റെ സ്നേഹവും സഹിഷ്ണുതയും
പരസ്പര ബഹുമാനവും ലൈംഗികതയോടുള്ള ഒരു ഉത്തരവാദിത്വവും ലൈംഗികമായ ഒരു അച്ചടക്കവും ഒരു വേർതിരിവും തിരിച്ചറിവും ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ അതൊരു അരാജകത്വ സമൂഹമായി മാറും. മറ്റെന്തു നമ്മൾ നേടിയെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. സാംസ്കാരികമായി ഒരു നാട് അധപ്പതിച്ചു പോയാൽ, സാമൂഹ്യമായ ഒരു രാജ്യമില്ലാതായി പോയാൽ, ഒരു സമൂഹമില്ലാതായി പോയാൽ, രാഷ്ട്രീയമായ അരാജകത്വത്തിലേക്ക് പോയാൽ പിന്നെ എന്തോ നേടിയെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഈ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ഒരു ദിവസം നമ്മെ വിട്ടു പോകും, അല്ലെങ്കിൽ നമ്മൾ അവരെ വിട്ടു പോകും. തീർച്ചയായും ബാലൻസ് ഉണ്ടാവുക മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതമാണ്. ഇത് ആരാരെയാണ് പഠിപ്പിക്കേണ്ടത്? നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇത് വരുമോ? കോളേജ് വിദ്യാഭ്യാസത്തിൽ വരുമോ? നമ്മുടെ പൗരവിദ്യാഭ്യാസത്തിൽ ഇതൊക്കെ വരുമോ? ആരാണ് ഇതൊക്കെ മാറ്റിയെടുക്കുക? വളരെ ഗൗരവതരമായ ഒരു ചോദ്യമാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. വർക്കലയിൽ നിന്ന് ഉയർന്നു വരുന്നു. ഒരു ടൂറിസ്റ്റ് സെന്ററിൽ കൊണ്ടുപോയി ഒരു മകളെ, 9 വയസ്സായ മകളെ സ്വന്തം പിതാവ് പീഡിപ്പിക്കുന്നു. എന്നിട്ട് വീട്ടിൽ വന്ന് അമ്മയോട് കരഞ്ഞ് ആ മകൾ പറയേണ്ടി വരുന്നു. ആ മകളുടെ ശരീരത്തോട് എത്ര പുച്ഛമായിരിക്കും ആ മകൾക്കുണ്ടാകുക. തൻ്റെ അച്ഛൻ തന്നെ കയറി പിടിച്ചു, തന്നെ ഇങ്ങനെ ഉപദ്രവിച്ചല്ലോ. ഒരു ഭർത്താവ്, സ്വന്തം ഭർത്താവുമായി മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു അച്ഛൻ എന്നിൽ പ്രവർത്തിച്ചല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ആ മകൾ എന്തുമാത്രം മാനസിക പീഡനം അനുഭവിച്ചു കാണും. അവൾ നാളെ ഒരു ധിക്കാരിയോ, ഒരു നിഷേധിയോ, ഒരു മാനസിക രോഗിയോ ഒക്കെ ആയാൽ എന്തായിരിക്കും സ്ഥിതി? ആ കുട്ടിക്ക് ഇനി കല്യാണം കിട്ടുമോ? നമ്മുടെ സമൂഹം എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഇനി അവളെ കാണുമ്പോൾ ആ കുട്ടിക്ക് പുറത്തിറങ്ങാൻ കഴിയുമോ? വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുമോ? ആ കുട്ടിക്ക് രാജ്യത്ത് തല ഉയർത്തി താനും ഈ ഭൂമിയിൽ വന്നത് ഒരു സ്ത്രീയായി വന്നെങ്കിലും ഇവിടെയും അന്തസ്സോടുകൂടി ജീവിക്കണമെന്ന് പറയാൻ ആ കുഞ്ഞിന് കഴിയുമോ? ആരാണ് ഇത് ഉയർത്തി കൊടുക്കുക? ആരാണ് ഇതിന് അവസരം കൊടുക്കുക? ഏത് ഭരണകൂടമാണ് ഇതിന് വാക്ക് കൊടുക്കുക? ഭരണകൂടങ്ങളായാലും ഭരണ സംവിധാനങ്ങളായാലും എല്ലാം ഉണ്ടെന്ന് നാം അഹങ്കരിക്കുമ്പോൾ വനിതാ കമ്മീഷനുണ്ട്, ശിശുക്ഷേമ സമിതിയുണ്ട്, ജാഗ്രതാ സമിതികളുണ്ട്, എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതെല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും ഇവിടെ പെൺകുട്ടികൾ അരക്ഷിതരാണെങ്കിൽ, അമ്മമാർ അരക്ഷിതരാണെങ്കിൽ, സ്ത്രീജനങ്ങൾ ബഹുമാനിക്കപ്പെടാത്ത സമൂഹം അരാജകത്വത്തിലേക്ക് പോകുമെന്ന് ചാണക്യനെ പോലുള്ളവരും, ഒരു സമൂഹം സ്ത്രീകളെയും കുട്ടികളെയും ബഹുമാനിക്കുന്നില്ലെങ്കിൽ ആ സമൂഹത്തിന് സമൂഹമായി നിലനിൽക്കാൻ അവകാശമില്ലെന്ന് പറയുന്ന ഗാന്ധിജിമാരെയും നമുക്ക് ഓർക്കേണ്ടി വരും. വീണ്ടും വീണ്ടും ഗാന്ധിമാരും ചാണക്യന്മാരുമൊക്കെ പറയുന്നത് ഇവിടെ അന്തരീക്ഷത്തിലുണ്ട്. നമ്മൾ ഗൗരവമായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടേ കഴിയൂ. എല്ലാം മാറ്റിവെച്ച് കേരളം സാംസ്കാരികമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത്തരം വിഷയങ്ങൾ തന്നെയാണ്.